ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിന് ട്രീറ്റ് കൊടുക്കാണ് കേട്ടോ. ഇങ്ങനെ ദേവയാനിയും നയനയും ആദർശവും ഒക്കെ ചേർന്നാണ്, അനിയും ഉണ്ട് അനാമികയുണ്ട്, ട്രീറ്റ് കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇന്നലത്തെ കഥ കണ്ടവർക്ക് അറിയായിരിക്കാം. നമ്മുടെ അനാമിക നയന പറഞ്ഞതിന്റെ പേരിൽ മാത്രം നന്ദുവിനെ ട്രീറ്റ് ചെയ്യുകയാണ്, നന്ദുവിന് വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ വിളമ്പിയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ SI-നെ കുറിച്ചും പോലീസിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചയാണ്. അങ്ങനെ നമ്മുടെ അനി പറഞ്ഞു, അത് പിന്നെ ഈ കഞ്ചാവും ഒക്കെ ആയിട്ട് ആ ഒരു കേസിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടമാണ്. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ അതിൽ പോയി പെട്ടാല് ഊരിയെടുക്കാനൊക്കെ ഇച്ചിരി പാടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിനൊന്നും പേടിയൊന്നുമില്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആരെയാ പേടിക്കേണ്ടത്? തമ്പുരാനെ മാത്രം പേടിച്ചാൽ പോരെ, അല്ലാതെ മനുഷ്യരെ പേടിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അനാമികയാണെങ്കിൽ എൻ്റെ ഈശ്വരാ, ഇവളെ ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയായവരോ അതുപോലെ ആരെങ്കിലും ഇവിടെ ഒന്ന് തല്ലി കൊന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു ജോലിയാണല്ലോ, അപ്പോൾ ഉടനെ ഇവക്കിട്ട് മിക്കവാറും പണി കിട്ടുമായിരിക്കും എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് എൻ്റെ ഈശ്വര ഇവിടെ ഒന്ന് എടുത്തേക്കണേ എന്നൊക്കെ പറയാണ് കേട്ടോ. പറയാന്ന് പറഞ്ഞാൽ മനസ്സിലാട്ടോ പറയുന്നത്. ഈ സമയത്താണ് നമ്മുടെ അനിയും നന്ദുവും കൂടെ കണ്ണിൽ നോക്കിയിരിക്കുന്നത് ദേവയാനി കാണുന്നത്. അപ്പം ദേവയാനി ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ദേവയാനി മാത്രമല്ല, നമ്മുടെ നയനയും അനാമികയും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. നന്ദുവും അനിയും കൂടി ഇങ്ങനെ പരസ്പരം നോക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ആയിട്ട്. അപ്പോഴേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ നയനയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. അപ്പൊ നോക്കിട്ടാ ചേച്ചിയാണല്ലോ എന്ന് പറഞ്ഞെടുത്തിട്ട്, അതേ ചേച്ചി, അതേ ആഹാരം കഴിക്കുകയാണോ? ആഹാരം കഴിക്കുക, ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുക, എല്ലാവരും ഉണ്ട്. അല്ല, അവള് വിളമ്പി കൊടുത്തോ നയനെ? കൊടുത്തു. അല്ല, അഹങ്കാരം എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ പറയണം കേട്ടോ. ശരി ചേച്ചി, എങ്കിൽ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക, പിന്നെ വിളിക്കാമേ എന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. എന്നിട്ട് നയന പറഞ്ഞു, നന്ദു ആഹാരം കഴിക്കുകയാണോ എന്നാ ചേച്ചി ചോദിച്ചത്. ഞാൻ കഴിക്കുവാന്ന് പറഞ്ഞു. അപ്പൊ ദേവയാനി പറഞ്ഞു, ഓ പിന്നെ ഇവിടെ വന്ന് ആഹാരം കൊടുക്കത്തില്ലെന്ന് അവളോട് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? ഒരു വിശേഷം ചോദിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. എപ്പോഴും ഒരു ഫോൺ കോളും വിശേഷം ചോദ്യവും, എന്തൊക്കെയാ ഇത് എന്നിങ്ങനെ പറയാ. അപ്പൊ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിനെയും അഭിയുടെ മറ്റേ ആ ഒരു ബന്ധത്തിലുള്ള പെണ്ണുണ്ടല്ലോ, ആ പെണ്ണുവാ. അപ്പൊ ആ പെണ്ണ് പറയും, നീ കുറെ ദിവസമായിട്ട് എന്നെ പറ്റിച്ചോണ്ടിരിക്കുക, ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ദേ എന്റെ കുഞ്ഞ് അവളുടെ അച്ഛനെ തിരക്കിക്കൊണ്ടിരിക്കുക, എനിക്ക് ആ കുഞ്ഞിന്റെ അച്ഛനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തേ പറ്റൂ. ഞാൻ നിന്നോട് ആവുന്ന തരത്തിൽ പറഞ്ഞു, നിന്റെ പേര് ഇതുവരെ ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി എനിക്കൊന്നും മറച്ചു വെക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് നിന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് നിന്റെ തറവാട്ടിലേക്ക് വരാനുള്ള സാഹചര്യമാണ് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അഭി. അത് പിന്നെ ഒന്ന് മനസ്സിലാക്കന്നെ, കുറച്ചും കൂടി സാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. സാവകാശം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. ഇനി എനിക്ക് നീ പറയുന്നത് വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. മടുത്തു. വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാ നീ. അതുകൊണ്ട് നീ പറയുന്നത് കേട്ടാല് എൻ്റെ കുഞ്ഞിന്റെ ഭാവിയാ ഇല്ലാതാകാൻ പോകുന്നത്. എൻ്റെ പൊന്നനഘെ, നീ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നാലുള്ള അപകടത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ നിന്നെ ഞാൻ ചതിക്കില്ല ഒരിക്കലും, അത് നീ കരുതണ്ട. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് നീ എന്നെ കൊലക്കി കൊടുക്കരുത്. നിന്റെ മകളുടെ ഭാവി ഞാൻ ഇല്ലാതാക്കില്ല, അത് ഞാൻ വാക്ക് തരാം. അതെന്റെ കുഞ്ഞാണെന്നുള്ള ബോധം എനിക്കുണ്ട്. ഹോ, നിനക്ക് എന്നു മുതലേ ഈ ബോധം ഉണ്ടായി തുടങ്ങിയത് നിന്റെ കുഞ്ഞാണെന്ന്? ഓ, അങ്ങനെ ഒരു തോന്നൽ നിനക്കില്ലാത്തത് കൊണ്ടാ നീ ഇത്ര ഉദാസീനയോട് കൂടി മുന്നോട്ടേക്ക് പോകുന്നത്. അത് എനിക്ക് നന്നായിട്ട് അറിയാം. എടാ, എൻ്റെ അവസ്ഥ ഞാൻ നിന്നോട് വിശദമായിട്ട് പറഞ്ഞ് കേൾപ്പിച്ചതല്ലേ. മരിക്കാൻ പോകുന്ന ഒരാൾക്ക് മുന്നും പിന്നും ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് എന്തും ചെയ്യാം. അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം. എന്നെ ചൊടിപ്പിക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. നീ സൂക്ഷിച്ചോ. ഒരിക്കൽ നീ എൻ്റെ ജീവിതം നശിപ്പിച്ചതാ. ഇനി എൻ്റെ കുഞ്ഞിനും കൂടി ഒരു അപകടത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഓരോ വാക്കുകളും ഞാൻ വിശ്വസിച്ചതാ, ഇനി ഞാൻ വിശ്വസിക്കില്ല. വ്യക്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് നീ എന്നെ ഉടനെ വിളിച്ചിരിക്കണം. എപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിലാകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞ് അനാഥയായി പോകരുത്. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ എല്ലാം നടത്തണം, എനിക്ക് നടത്തിയെടുക്കണം. അതുകൊണ്ടാണ് നിന്റെ കാല് പിടിക്കുന്ന ഞാൻ. എന്നിട്ട് എൻ്റെ മോളെ അവളുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് എനിക്ക് മനസ്സമാധാനത്തോടു കൂടിയാ മരിക്കേണ്ടത്. ഇനി നീ നിന്റെ വാക്ക് പാലിച്ചില്ല എങ്കില് പിന്നെ വിളിയും പറച്ചിലും ഒന്നുമില്ല. നേരെ മോളുമായിട്ട് അനന്തപുരി തറവാട്ടിലേക്ക് ഞാൻ അങ്ങ് വരും, നിന്റെ മുത്തച്ഛന്റെ അരികിലേക്ക്. പിന്നെ അറിയാലോ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എൻ്റെ കുഞ്ഞ് നിന്റെ ചോരയാണോ അല്ലയോ എന്നൊക്കെ പിന്നെ അവര് തെളിയിക്കട്ടെ. തെളിയിക്കാൻ ഒരുപാട് വഴികളുണ്ടല്ലോ. അത് പിന്നെ
അനഘെ, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും പറയാനില്ല, കൂടുതലൊന്നും സംസാരിക്കാനുമില്ല. അതുകൊണ്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനഘ അങ്ങ് പോവുകയാണ്. ആകെപ്പാടെ നമ്മുടെ അഭി ചെകുത്താനും കടലിനും ഒക്കെ നടുക്കാണ് കേട്ടോ. എന്തു ചെയ്യുന്ന അറിയില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയാണ് കേട്ടോ. അനിയുണ്ട്, ആദർശുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മുടെ അജയനുണ്ട്. അപ്പൊ അജയൻ പറഞ്ഞു, അനാമികയ്ക്ക് എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ, ഇന്ന് വളരെ സൈലന്റ് ആയിട്ട് വന്ന് നന്ദുവിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തല്ലോ, അതിന് പിന്നിൽ എന്താ, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പൊ ആദർശ് പറഞ്ഞു, എടാ അനാമികയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ, നീയും മാറണം കേട്ടോ, നീയും ഇനി മാറാതിരിക്കരുത്. ഇളയച്ചന് എന്താ ഇളയച്ച ഇവനെ ഒന്നും ഉപദേശിക്കാത്തത്? ഇളയച്ചൻ അച്ഛനല്ലേ ഇവന്റെ? എടാ മോനെ, കുട്ടിക്കാലം മുതല് ഇവൻ നിനക്കൊപ്പമല്ലേ വളർന്നത്. അന്നും ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താല് അത് തിരുത്തുന്നത് ആരാ? നീ അല്ലായിരുന്നോ? ആ നീയല്ലേ ഇതൊക്കെ പറഞ്ഞ് തിരുത്തേണ്ടത്. ഇനിയും മുന്നോട്ടേക്ക് അങ്ങനെ തന്നെ മതി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാല് ഇവനത് സീരിയസ് ആയിട്ട് എടുക്കില്ല. ഇവനെ എല്ലാം വെറും ഒരു തമാശയാ. അനാമിക ശാന്തമായിട്ട് നിന്ന് ഭക്ഷണം വിളമ്പിന്ന് പറഞ്ഞല്ലോ, അങ്ങനെ അവള് വിളമ്പിയിട്ടുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടായിരിക്കും. ശോ, എടാ നീ എന്തിനാടാ എല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് എന്നിങ്ങനെ ആദർശ് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനിയുടെ അച്ഛൻ പറഞ്ഞു, അത് പിന്നെ എടാ ഞാനൊരു കാര്യം പറയട്ടെ, നേരത്തെയും ഈ ഒരു വിവരം എല്ലാവരും അറിയുമായിരുന്നെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാൻ പറ്റില്ലായിരുന്നു. അതറിയാലോ, നിന്റെ അമ്മ സമ്മതിക്കില്ല നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കയറ്റാനായിട്ട്. പിന്നെ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? പിന്നെ എന്തിനാ വെറുതെ നീ ആഗ്രഹിച്ചത്? പിന്നെ അനാമികയെ കല്യാണം കഴിച്ചതോടെ ആ ഒരു ഭൂകമ്പം ഒഴിവായി എന്ന് കരുതിയാൽ മതി. നിനക്കും ആ കൊച്ചിനൊക്കെ സമാധാനം കിട്ടിയെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കുടുംബത്തെ വലിയ കലഹം ഉണ്ടായേനെന്ന്. അപ്പോഴത്തേക്കാണ് നമ്മുടെ നന്ദുവും അതുപോലെ നയനയും കൂടെ ഇറങ്ങി വരുന്നത് കേട്ടോ. കൂടെ ദേവയാനിയുണ്ട്. അപ്പൊ ആദർശ് ചോദിച്ചു, അല്ല നന്ദു പോകാൻ ഇറങ്ങിയോ? അത് പിന്നെ ആദർശേട്ടാ കുറെ നേരം ആയില്ലേ ഞാൻ വന്നിട്ട്, അതും കൊണ്ട് പോകുക എന്നിങ്ങനെ പറയാം. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നന്ദു ദേവയാനിയെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്, കൂടെ അനിയെ നോക്കുന്നുണ്ട്. അപ്പൊ ദേവയാനി പറഞ്ഞു, അതെ അനാമിക മോള് വളരെ നന്നായിട്ടാ നിന്റെ അനിയത്തിയോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തത്. അത് നീ കണ്ടല്ലോ നയനെ. അതുകൊണ്ട് ഇനി നീ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട, അതാ നല്ലത്. ഇപ്പോഴേ നല്ല രീതിയിൽ തന്നെയാ പൊക്കോണ്ടിരിക്കുന്നത്, വെറുതെ എന്തിനാ കുളവാക്കുന്നത്? അത് പിന്നെ അമ്മ ഇവള് പോകാനായിട്ട് ഇറങ്ങിയതാ, എന്നാ പിന്നെ നോക്കി നിൽക്കുന്ന എന്തിനാ? പൊക്കോ. SI ആയിട്ട് കഴിയുമ്പം SI ആകുമ്പോഴേ മര്യാദയ്ക്ക് ജോലി ചെയ്യണം, അല്ലാതെ കണ്ണി കാണുന്ന ഗുണ്ടകളെയൊക്കെ തല്ലി ഒതുക്കിയിട്ട് സ്വന്തം വീട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കി വെക്കരുത്. ആ ഒരു ഉപദേശം മാത്രമേ എനിക്ക് തരാനുള്ളൂ. വേറൊന്നും കൊണ്ടും അല്ല ഞാൻ പറഞ്ഞത്, നിന്റെ 2 ചേച്ചിമാരെ ഈ വീട്ടിലെ മരുമക്കളാ, ഞങ്ങൾക്കും കൂടെ നാണക്കേട്. അവസാനം ഗുണ്ടകളും ചിലപ്പോ ഇങ്ങോട്ടേക്ക് കയറി വരും. അതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്നാ പറഞ്ഞത്, മനസ്സിലായല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ആദർശ് പറഞ്ഞു, എന്തായാലും SI ആകാൻ തീരുമാനിച്ച ആ ഒരു സ്ഥിതിക്ക് നിനക്ക് ശരി എന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യണം. ഓ, നല്ല ഉപദേശം. അല്ലെങ്കിൽ തന്നെ ഇവൾ ആണുങ്ങളെ ഓടിച്ചിട്ട് തല്ലുന്നതാ. അത് പിന്നെ ഞാന് അനാവശ്യമായിട്ട് ആരെയും തല്ലിയിട്ടില്ല ആദർശേട്ടന്റെ അമ്മയെ. നോക്കിയും കണ്ടും പോയാൽ നിനക്ക് കൊള്ളാം, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അനി പറഞ്ഞു, നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ നന്ദുവായിട്ട് ഇടയുന്നവരുടെ കാര്യം പോക്ക എന്നിങ്ങനെ. അപ്പം ദേവയാനി, ഓ ഇനിയിപ്പൊ നിന്റെ ഒരു പുകഴ്ത്തലിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനി, നീയും കൂടെ പുകഴ്ത്തി. അനാമിക അവിടെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ, നീ അങ്ങോട്ടേക്ക് ചെല്ലാൻ നോക്ക്, അല്ലാതെ ഇവിടെ നിന്ന് എന്തിനാ സംസാരിക്കുന്നത്? അനി എണീറ്റ് ചെല്ലാനാ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ അനി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അനിക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതേ കലിപ്പാണ്, പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതും കൊണ്ടാണ് നമ്മുടെ ദേവയാനി പറഞ്ഞതല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നന്ദു പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാം ആദർശേട്ടാ. ഇളയച്ച ഞാൻ പോവാട്ടോ. നൈനിച്ചി ഞാൻ പോവാണേ. ആദർശേട്ടന്റെ അമ്മയെ ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ നന്ദു അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സോറി അനിയുടെ അച്ഛൻ പറഞ്ഞു, കുറച്ച് മാന്യതയായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു ഇടത്തേക്ക്. ഇത്രയൊക്കെ മാന്യതയെ പറ്റൂ. അവള് വന്നതോടെ അനാമിക മോള് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ഏതായാലും അവൾക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ട് എന്റെ മോക്ക്. പിന്നെ എന്തിനാ ഞാൻ വെറുതെ അവളെ ഇനിയും ഇവിടെ പിടിച്ചു നിർത്തുന്നത്? എനിക്കിതൊക്കെ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയും നയനെയാണ്. അങ്ങനെ നമ്മുടെ നന്ദു പറയുക, ഞാൻ പോയിട്ട് വരാട്ടോ ചേച്ചി. അല്ല, നീ പോകുന്നതിന് മുമ്പ് 2 ദിവസം അവിടെ വന്ന് നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അനാമിക മേളിൽ നിന്ന് നോക്കുക. അപ്പൊ നന്ദു അത് കണ്ടിട്ട്, ദേ ചേച്ചി, ദേ അവൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അവൾ അവിടെ നിന്ന് നോക്കും. ദേ അവള് മാറിയെന്ന എല്ലാവരുടെയും വിചാരം. അവള് നിനക്ക് ഭക്ഷണം വിളമ്പി തന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. എന്തായാലും ചേച്ചിയുടെ അമ്മായിയമ്മയുടെ അഭിനയം സൂപ്പറാണ് കേട്ടോ. എത്ര നന്നായിട്ടാ അമ്മായിയമ്മ എല്ലാവരെയും പറ്റിക്കുന്നത്. അത് ശരിയാ, അമ്മായിയമ്മ മാത്രല്ല ഞാനും പറ്റിച്ചോണ്ടിരിക്കുകയാണല്ലോ. അമ്മായിയമ്മയും മരുമകളും അങ്ങോട്ട് തകർത്ത് അഭിനയിച്ചോ. എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ നന്ദു.
ഈ സമയത്താണെങ്കിൽ നമ്മുടെ അനാമിക എല്ലാ കലിയും ഇങ്ങനെ അട്ടക്കി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാണ്. കലി വന്നിട്ട് മേല നമ്മുടെ നന്ദുവിന് വിളമ്പി കൊടുത്തല്ലോ. അങ്ങനെ ജാനകി ഇങ്ങ് വന്നിട്ട്, എന്താ മോളെ നിനക്ക് പറ്റിയത്? നീ എന്തിനാ അവക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തത്? അത് പിന്നെ ഒരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ദേ മോൾ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നല്ലോ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അവള് വരുമ്പോ തന്നെ മോള് ദേഷ്യപ്പെട്ട് മോളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നല്ലോ. പിന്നെ മോക്ക് ഇപ്പൊ എന്താ പറ്റിയത്? എനിക്ക് വയ്യമ്മേ, എനിക്ക് എന്നും അവളോട് ഇങ്ങനെ വഴക്ക് പിടിച്ച് എന്റെ ജീവിതം കളയാന്. അവൾമാരെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക. അവള് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അനിയും അവളുമായിട്ട് കാണാൻ വേണ്ടി തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെയുള്ളപ്പോ മോള് അവക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചത്. എങ്ങനെ കൊടുക്കാതിരിക്കും? ഞാൻ വിളമ്പി കൊടുത്താലും ഇല്ലെങ്കിലും അവള് വരും. അനി അവളെ കാണുകയും ചെയ്യും. പിന്നെ എന്തിനാ ഞാൻ വെറുതെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് ഏതൊരു നിമിഷവും ഈ വീട്ടിന്റെ പുറത്തേക്ക് പോകുന്ന എനിക്കിപ്പം തോന്നുന്നത്. ദേ മോളിങ്ങനെ നിരാശപ്പെടരുതേ. ഞങ്ങൾ മോളോടൊപ്പം ഉറച്ചു നിൽക്കുക. അമ്മേ, നമ്മൾ കരുതുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. അതമ്മ മനസ്സിലാക്ക്. വല്യമ്മയ്ക്ക് പറയുന്നത് പോലെ അവൾമാരോട് വലിയ ദേഷ്യമൊന്നുമില്ല. അത് ഉറപ്പായ കാര്യം തന്നെയാ. അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് വാശി പിടിച്ച് നിന്നവളെ വീണ്ടും പോയി വിളിച്ചോണ്ട് വരേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ദേ അഭിയേട്ടനും നവ്യ എന്ന് പറയുന്നവളെ കാണാൻ വേണ്ടി അങ്ങ് പോകുന്നുണ്ട്. എല്ലാവർക്കും മാറ്റം സംഭവിച്ചു. അവരെല്ലാവരും ഇപ്പൊ നല്ല രീതിയിൽ തന്നെയാ മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മുടെ പിന്നിൽ ഏത് നേരവും വഴക്കും അടിയും ഒക്കെ ആയിട്ട് നടന്നിട്ട് എന്താ കാര്യം? മോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലായിരുന്നല്ലോ. അമ്മയുടെ മോൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ കാര്യങ്ങള്. അവൻ ഇപ്പോഴും സ്നേഹം നന്ദുവിനോട് തന്നെയാ, എന്നോടല്ല. പിന്നെ അമ്മയുൾപ്പെടെ ആരും അവനെ പറഞ്ഞ് തിരുത്തൊന്നുമില്ല. അതില് എനിക്ക് നല്ല നിരാശയുണ്ട്. അതിലെനിക്ക് നല്ല വേദനയുണ്ടെന്നാ ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന കസേരയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അതേ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചൊക്കെ ഓടിക്കുകയാണ് കസേര. അതുപോലെയാണ് നമ്മുടെ അനാമികയുടെ ടെൻഷന്. നമ്മുടെ നന്ദുവിന്റെ മുമ്പിൽ ഒന്ന് കുനിയേണ്ടി വന്നല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയാനി കിച്ചണിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ നമ്മുടെ നയനയും ഉണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി പറഞ്ഞു, ദേ നന്ദു ക്യാമ്പിന് പോവല്ലേ, പോരാത്തതിന് വിഷുവും കൂടെയാണ്. അതുകൊണ്ട് നാളെ നമുക്ക് മോളുടെ വീട് വരെ ഒന്ന് പോകണം. നന്ദുവിന് നല്ലൊരു ഗിഫ്റ്റും കൊടുക്കണം. എന്തേ, എന്റെ ഐഡിയ കൊള്ളാമോ? അത് പിന്നെ നല്ലതൊക്കെ തന്നെയാ. പിന്നെ എനിക്കൊരു കാര്യം മോളോട് പറയാനുണ്ട്. നന്ദുവും അനിയും ആഹാരം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചായിരുന്നോ മോള്? അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും. ഞാനത് കണ്ടു. അത് പിന്നെ ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നമ്മേ. അപ്പൊ പിന്നെ അനാമിക മോള് നന്ദുവിനെ അനിയനെയും കുറ്റപ്പെടുത്തുന്നതിൽ നമുക്ക് എന്തെങ്കിലും പരാതി പറയാൻ പറ്റുമോ? പറ്റില്ല. കല്യാണം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പെൺകുട്ടികൾക്ക് അത് സഹിക്കാൻ പറ്റുമോ മോളെ? നമുക്ക് സഹിക്കാൻ പറ്റുമോ? എന്നിട്ടും അനാമിക അതൊന്നും കാര്യമാക്കാതെ നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുത്തത്. സത്യമായിട്ടും അത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അയ്യോ, ഭക്ഷണം വിളമ്പി കൊടുത്തതിന്റെ കാര്യമൊന്നും അമ്മ പറയണ്ട. അത് അവളുടെ നന്മയൊന്നും അല്ല. അവക്ക് നന്ദുവിന് ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ട് അവൾ ചെയ്തെന്നേ ഉള്ളൂ. അല്ല, അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് അമ്മയ്ക്കറിയണോ? അത് ഞാൻ പറയാ. എനിക്ക് തോന്നി, എന്തൊക്കെയോ സംശയം ഉണ്ടായിരുന്നു എനിക്ക് അവിടെ നിന്ന് ആഹാരം കഴിച്ചപ്പോ. അല്ല അമ്മേ, അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കല്ലേ. നന്ദുവും അനിയും സ്നേഹിക്കുന്നത് നല്ല കാര്യമല്ല, അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. പിന്നെ അനാമികയെ വെറുക്കുന്നുണ്ടെങ്കിൽ അതില് അനാമികയുടെ സ്വഭാവം ഒരു കാരണം തന്നെയാ. അത് പിന്നെ മോളെ, അവളൊരു കൊച്ചുകുട്ടിയല്ലേ. കൊച്ചുകുട്ടിയൊന്നും അല്ല, ആ രീതിയിലല്ല അവളുടെ സംസാരവും പ്രവർത്തനവും ഒന്നും. അത് എല്ലാവർക്കും അറിയാലോ. മോള് ഇങ്ങനെയൊക്കെ പറയുമ്പം അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെന്ന് വേണം. അല്ല, അതെന്തായാലും ശരി. ഞാൻ പറഞ്ഞല്ലോ, അനാമികയും അനിയും തമ്മിൽ ഒരിക്കലും പിരിയാൻ പാടില്ല. അത് ഇവിടെയുള്ള എല്ലാവർക്കും വിഷമാകും. നമ്മൾ മോളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നന്ദുവിനെ ഉപദേശിച്ചേ പറ്റൂ. അവള് ഉപദേശിച്ച മാറുന്ന കുട്ടി തന്നെയാണ്. ഇനിയിപ്പൊ എനിക്ക് അഥവാ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നന്ദു ഒഴിഞ്ഞു മാറി പോവല്ലേ ചെയ്യേണ്ടത്. അത് പിന്നെ നമുക്കത് അവളോട് പറയാമേ. ഞാനും പറഞ്ഞിട്ടുള്ളതാ. നന്ദുവിന്റെയും അനിയുടെയും പോക്കിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവളെ ഇത് പറഞ്ഞ് ശ്വാസിക്കുകയും വഴക്ക് പറയുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തതാ. പക്ഷെ എന്താണെന്ന് അറിയില്ല, അവർ രണ്ടുപേരും തമ്മിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം എന്തോ ഒരു സ്നേഹമുണ്ട്. അത് നമ്മൾ കാണാതെ ആണെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. അത് ശരിയാ, അപകടത്തിലേക്കും ഒരിക്കലും അവരെ വിടാൻ പാടില്ല. അതിന്റെ പേരിൽ അനിയുടെ ദാമ്പത്യ ജീവിതം തകരാൻ പാടില്ല മോളെ. എനിക്ക് അത്രേ ഉള്ളൂ. അത് പിന്നെ അവള് ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എല്ലാം മറക്കുന്ന എന്റെ വിശ്വാസം. ജോലിയിൽ കയറി കഴിഞ്ഞാല് അവക്ക് എപ്പോഴും അതുമായിട്ടുള്ള ആ ഒരു ഇതായിരിക്കുമല്ലോ. പിന്നെ സമയം കിട്ടില്ലല്ലോ അവക്ക്. അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ലമ്മേ. അമ്മ പേടിക്കുമൊന്നും വേണ്ട. നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം. അപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്കും ഒരു ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ സമയം വീണ്ടും കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നന്ദുവിനെ അനി വിളിക്കുകയാണ്. അങ്ങനെ നന്ദു പെട്ടെന്ന് നോക്കുമ്പം അനിയുടെ ഫോൺ കണ്ട് സന്തോഷത്തോടു കൂടി, എന്താ അനി എന്നിങ്ങനെ ചോദിച്ചപ്പം,
അത് പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയോ? ഉം എന്തോന്ന് തയ്യാറെടുപ്പ്? കുറച്ച് ഡ്രസ്സ് എടുക്കണം, അത്ര തന്നെ. അല്ല, എന്തായാലും നീ ആദ്യമായിട്ടല്ലേ വീട് വിട്ട് നിൽക്കുന്നത്? ഉം അതൊക്കെ ശരിയാ, ഞാൻ ആദ്യമായിട്ടാ വീട് വിട്ട് നിൽക്കുന്നത്. അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. എന്നാൽ അതിനേക്കാളും വിഷമമുണ്ട് നന്ദു എനിക്ക്, നിന്നെ കാണാതിരിക്കണ്ടേ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊന്ന് കണ്ടാലോ? ഇത് കേട്ടതും പെട്ടെന്ന് നമ്മുടെ നന്ദു ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. നന്ദു ചോദിച്ചു, രാത്രിയിലോ? അതെന്തായാലും പറ്റില്ല, രാത്രിയൊന്നും. അല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. ചെറിയൊരു ഡിന്നർ. എന്തു പറഞ്ഞാലും ഞാൻ വരില്ല, എനിക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാൻ വിളിച്ചാൽ നീ വരില്ല? അനി അനി ഇങ്ങനെ നീ എന്നെ വിഷമിപ്പിക്കാതെ, നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാതെ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഞാൻ വിളിക്കുമ്പം നിനക്ക് വന്നാൽ എന്താ പ്രശ്നം? നാളെ വിഷു, മറ്റന്നാ നീ അങ്ങ് പോകും. വിഷുവായിട്ട് നയനയിടത്തിയൊക്കെ അങ്ങോട്ടേക്ക് വരും. നമുക്ക് പിന്നെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിന്നെ എനിക്കൊന്ന് കണ്ടേ പറ്റൂ. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്തു പറഞ്ഞിട്ടാ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങുന്നത്? നീ വൈകുന്നേരം ഇറങ്ങ്, രാത്രി എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അത് പിന്നെ അനി, എന്റെ അമ്മ എന്നെ കൊല്ലും. അച്ഛനും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. ദേ നന്ദു, നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. എനിക്ക് കാണണമെന്ന് തോന്നിയാൽ കണ്ടേ പറ്റൂ. അത് പിന്നെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കാണണം. ഞാൻ പറഞ്ഞല്ലോ, ദയവ് ചെയ്ത് നീ എന്നെ നിരാശപ്പെടുത്തരുത്. നമ്മുടെ ഫ്രണ്ട്സും കൂടെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ആ, ഞാൻ പരമാവധി ശ്രമിക്കാം. നീ ഇപ്പൊ ഫോൺ വെക്കേ. ആ, എങ്കിൽ പിന്നെ ആശ്രമത്തിലൊടുവിൽ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്നാ പിന്നെ ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ അനി ഫോൺ വെക്കുകയാണ്, നന്ദു ഫോൺ വെക്കുകയാണ്. ആകെ പാടെ നമ്മുടെ നന്ദു പെട്ടിരിക്കുകയാണ് കേട്ടോ. നന്ദുവിന് വല്ലാത്ത പേടിയുണ്ട്. ഈ രാത്രി കാണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. നയനയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നന്ദുവിന്റെ കാര്യം പോക്കാന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നയനയും ആദർശിനെയാണ്. അങ്ങനെ നയന പറഞ്ഞു ആദർശിനോട്, അത് പിന്നെ എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു, നന്ദു പോവല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം. ആ, ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു, നമുക്ക് ഒന്നിച്ചു പോകാം. അത് പിന്നെ നവ്യേച്ചി വരാന്ന് പറഞ്ഞിരുന്നതാ, ഞങ്ങൾ ഒരുമിച്ചാ പോകുന്നത്. അതും കൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ വരാൻ പാടില്ല എന്നുണ്ടോ? അല്ല, വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും എങ്കിൽ പിന്നെ ഓക്കെ ഓക്കെ പൊക്കോ. അല്ല, നിന്റെ കയ്യിൽ ക്യാഷ് ഒക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എനിക്ക് തന്നെ സാലറി, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, ഇവിടെ ഞാൻ വെച്ചേക്കല്ലേ. അതൊക്കെ നീ സേവ് ചെയ്യണം. നീ സേവ് ചെയ്ത് നിന്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണം. പിന്നെ ബാങ്കിൽ ക്യാഷ് ഉണ്ടല്ലോ, അവിടെ നിന്ന് എടുത്താൽ പോരെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓ, നിനക്കിപ്പോ അഹങ്കാരമായോ? എനിക്ക് എന്തിനാ ആദർശേട്ട അഹങ്കാരം? അല്ല, സാധാരണ സാലറി ഒക്കെ കിട്ടുന്ന പെണ്ണുങ്ങൾക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി സാലറി വേണ്ട. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദർശേട്ടനോട്. നിർബന്ധിച്ച് തന്നിട്ട് ഇപ്പൊ തോന്നിയതൊക്കെ വിളിച്ചു പറയാല്ലേ. അല്ല, നന്ദുവിന് നീ എന്താ മേടിക്കാൻ പോകുന്നത്? അവക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കണം. എങ്കിൽ പിന്നെ പോയിക്കോ, ഞാനായിട്ട് തടയുന്നില്ല. ഞാൻ കൊണ്ടുവിടണോ? അയ്യോ വേണ്ട ആദർശേട്ടാ, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. നമ്മുടെ ആദർശ് ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷെ ആദർശിനെ പറ്റിച്ച് അമ്മയ്ക്കും മരുമോക്കും കൂടെ പോകാനാന്ന് അറിയില്ലല്ലോ നമ്മുടെ ആദർശിന്. എന്നാലും ഈ സമയത്ത് നമ്മുടെ ദേവയാനി ഇങ്ങനെ നയനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നയന വരികയാണ്. അപ്പൊ വഴിയുടെ ഒരു സൈഡിലാണ് കേട്ടോ നമ്മുടെ ദേവയാനി കാറ് വിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നയന വന്നതും പെട്ടെന്ന് കാറിനകത്തുനിന്ന് നമ്മുടെ ദേവയാനി ഇറങ്ങി. അല്ല, എന്തായി മോളെ, അവന് സംശയമൊന്നും തോന്നിയില്ലോ? ഓ, ഭാഗ്യത്തിന് സംശയമൊന്നും തോന്നിയില്ല. പിന്നെ ഒന്നിച്ചു പോകാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഒരുമാതിരി ഞാൻ സംസാരിച്ചങ്ങ് തടി തപ്പി വിടുമായിരുന്നു. അമ്മേ, എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ഇതിനി ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അതെനിക്കും അറിയാം മോളെ. അവന് സംശയം തോന്നി തുടങ്ങിയാൽ ഉറപ്പായിട്ടും അവന് അതിന്റെ അവസാനം കണ്ടിട്ടേ അടങ്ങും. തൽക്കാലം ഇപ്പൊ സംശയമൊന്നുമില്ലെന്നാ തോന്നുന്നത്. അല്ല, ഇനി എന്താ പരിപാടി? നമുക്ക് എങ്ങോട്ടേക്കാ പോണ്ടേ? എന്തായാലും ആദ്യം മോളുടെ വീട്ടിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പർച്ചേസിന് പോകാം. വിഷുവൊക്കെ അല്ലേ, മോക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേണോ? എനിക്ക് എനിക്ക് വേണം. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മേടിക്കാനുണ്ട്. ആ, പിന്നെ നിനക്ക് വേണ്ടത് എന്താ? ഞാൻ മേടിച്ചു തരാം. ആ, അത് പിന്നെ എനിക്ക് വേണ്ടത് വേറൊന്നുമല്ല, എൻ്റെ ഈ അമ്മായിയമ്മയുടെ സ്നേഹം അതെന്നും ഇതുപോലെ വേണം. അതിപ്പോ വേണ്ടാന്ന് പറഞ്ഞാലും അത് ഞാനിപ്പം നിനക്ക് തരാതിരിക്കത്തൊന്നുമില്ല കേട്ടോ. എങ്കിൽ പിന്നെ കേറി വാ. ഇങ്ങനെ ഇവിടെ നിന്ന് അധികം സംസാരിക്കണ്ട, ആരെങ്കിലും കാണും. വാ, കേറിക്കേ എന്ന് പറഞ്ഞ് കാറിനകത്തേക്ക് കേറുകയാണ് കേട്ടോ രണ്ടുപേരും. ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് നയനിയും ദേവയാനിയും കൂടെ അവിടെ ചെന്ന് ഇറങ്ങുന്നത്. അങ്ങനെ കനകെ, ഇത് ആരൊക്കെയാ വന്നേക്കുന്നതെന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ കനക ഇറങ്ങി വന്നിട്ട്, ഇതാരും മോളോ? ആദിത്യന്റെ അമ്മ, വാ ഇവിടെ ഇരിക്ക്. അത് പിന്നെ നയനമോളുടെ അച്ഛന് അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, ഇനിയൊക്കെ ഈ പണി നിർത്തിക്കൂടെ? എന്തിനാ ഈ പെയിന്റിംഗ് ഒക്കെ? ആദർശനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ, നമ്മുടെ കമ്പനിയിൽ ഒരു നല്ല ജോലി ശരിയാക്കാമോന്ന്. എന്തിനാ അമ്മ അത് ആദർശനോട് സംസാരിക്കുന്നത്? ആദർശേട്ടൻ തന്നെ ഇത് ഒരുപാട് തവണ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ അച്ഛൻ കേൾക്കത്തില്ല. അച്ഛൻ അതൊന്നും ഇഷ്ടമല്ല. നന്ദു എന്തായാലും SI ആയിട്ട് വരാൻ പോവുക.
ആ കുട്ടികളെല്ലാവരും ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ വിശ്രമിക്കല്ലേ വേണ്ടത്. അങ്ങനെ വിശ്രമിക്കാനൊന്നും തോന്നുന്നില്ല ദേവയാനി എനിക്ക്. ഈ പണി കൂടി ചെയ്തില്ലെങ്കിൽ ആകെ വിഷമിച്ചു പോകുന്നത് ഞാനായിരിക്കും. പണിയില്ലാതിരുന്നാലേ എനിക്ക് വിഷമം. വെറുതെ വീടിനകത്ത് ഇരിക്കുമ്പോഴാണ് ഓരോരോ അസുഖങ്ങളൊക്കെ കടന്നു വരുന്നത്. ആ അത് നേരാ നേരാ ഒരു തരത്തില്. അപ്പൊ കനക പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഞങ്ങള് ഇഷ്ടം പോലെ വർക്കൊക്കെ ആഗ്രഹിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് അധികം ഒന്നും വരാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് വരാറുണ്ട്. നയനമോളും കൂടെ പേരെടുത്തത് കൊണ്ട് അച്ഛനും പേരായി. ഇപ്പം ഇഷ്ടംപോലെ ഓർഡർ കിട്ടുന്നുണ്ട്. പക്ഷെ ചെയ്യാനുള്ള സമയമില്ല. അപ്പൊ നമ്മുടെ ഗോവിന്ദനും പറഞ്ഞു, വിഷു ആയതുകൊണ്ട് ഇപ്പൊ കുറച്ച് കൂടുതൽ പണിയുണ്ട് എന്ന് വെച്ച് ശരീരം നോക്കാതെ ഒന്നും ചെയ്യരുത് കേട്ടോ എന്ന് ദേവയാനി. അപ്പം ഗോവിന്ദൻ പറഞ്ഞു, പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് പോയാൽ നമ്മുടെ ഭാഗത്തു നിന്നാണല്ലോ സഹായം വേണ്ടത്. പക്ഷെ ഇവിടെ തിരിച്ചാ സംഭവിക്കുന്നത്. അറിയാലോ, ഈ വീട് പോലും ഞങ്ങളുടെ പേരിലാക്കി തന്നിരിക്കുക ആദർശ് മോന്. അതൊന്നും ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യമല്ലേ ദേവയാനി. ഇത്രയൊക്കെ ചെയ്തു വെച്ചില്ലേ. ഇപ്പം ബാധ്യതകളൊന്നുമില്ല. കടവും കടത്തിന്റെ കെണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. ഇനിയിപ്പം മരുമകനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല. അവൻ ഒരുപാട് സഹായിച്ചു ഞങ്ങളെ. അപ്പൊ നയന പറഞ്ഞു, അപ്പോഴേ അമ്മയിന്ന് വന്നിരിക്കുന്നതേ നമ്മുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനാ. വിഷുവായിട്ട് എല്ലാവരെയും കാണണമെന്ന് അമ്മ തന്നെയാ പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് നന്ദുവിനെ ആട്ടോ കാണേണ്ടത്. അവള് പോകുന്നതിന് മുമ്പ് ചില ഉപദേശങ്ങളൊക്കെ എനിക്ക് കൊടുക്കാനുണ്ട്. കുഴപ്പമില്ലല്ലോ കൊടുക്കുന്നത് കൊണ്ട്. അനിയുടെ കാര്യം തന്നെയാട്ടോ. അപ്പൊ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ നന്ദു അകത്ത് നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും നന്ദുവിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.